ഈ നല്ല രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ വാഗമണ്ണിൽ നിന്റെ ദാസന്റെ ഭവനത്തിന്റെ ഈ മേളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സായം സന്ധ്യയിൽ ദൈവത്തെ ഉയർത്താൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇങ്ങനൊരവസരം ദൈവം ഒരുക്കി തന്നതിനായി സ്തോത്രം. ദൈവമേ, ഈ സന്ധ്യാവേളയിൽ പല ഭവനങ്ങളിലും നിലവിളിയും നെടുവീർപ്പുകളും അസമാധാനങ്ങളും ദുഃഖങ്ങളും തളം കെട്ടി നിൽക്കുമ്പോൾ ദൈവജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടിവരുത്തി. ഇന്ന് രാത്രി ദൈവപുത്രനായ കർത്താവ് എൻ്റെ അപ്പൻ മാത്രം ഉയർന്നു കാണുവാൻ ഇടയാക്കണമേ. ദൈവമേ, തിരുവചനത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണമേ. വചനം ചെയ്തെടുക്കാനുള്ളത് ഇന്ന് രാത്രി സ്വാതന്ത്ര്യമായി ഈ ഹോളിനകത്ത് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ച് സംസാരിക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ എല്ലാവർക്കും അത് അനുഗ്രഹമാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ചു കേട്ട ആ സങ്കീർത്തനത്തിന്റെ തുറക്കണ്ട ആരും തുറക്കണ്ട, ഏറ്റവും അവസാനം വായിച്ചു നിർത്തിയത് എങ്ങനെയാ? നമ്മൾ ഏറ്റവും അവസാനം വായിച്ചു നിർത്തിയത് ഉറക്കെ പറഞ്ഞു. ഞാൻ അതിങ്ങനെ ഒന്ന് വായിച്ചോട്ടെ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കും. നന്മ എന്ന് പറയുമ്പോൾ നമുക്കതിങ്ങനെ ചിന്തിക്കാം, അല്ലേ? തെറ്റില്ല. ആത്മീയമായിട്ട് നന്മയുണ്ട്, കൂടെ ഭൗതികമായിട്ട് നന്മയുണ്ട്, അല്ലേ? ഉണ്ട്. യഹോവ എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാനും പിള്ളേരും കൂടെ ഇന്ന് ഒരു ട്രിപ്പ് വെച്ചു. അങ്ങനെയാണോ ദാവീദ് പറഞ്ഞത്? തലയിൽ രാജസിംഹാസനത്തിന്റെ തൊപ്പിയിരിക്കുന്നു, കയ്യിൽ പൊൻചെങ്കോൽ, സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ആ ഭക്തൻ പറയുകയാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ കൊയർ ലീഡ് ചെയ്ത ദൈവദാസൻ, എനിക്ക് ആ കുറച്ച് സമയം കൂടെ ആ ദൈവദാസനാണ് നീണ്ടുപോയെങ്കിൽ നല്ലതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ താൻ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. നമുക്ക് അവസാനം ഒരു പാട്ട് പാടണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. യഹോവ നന്മ ചെയ്തതുകൊണ്ട് പാട്ടുപാടും. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ഈ സായം സന്ധ്യയിൽ കുടുംബം ഒന്നിച്ച് നന്മ കിട്ടിക്കഴിയുമ്പോൾ കുഴിമന്തി അടിക്കാൻ പോകുന്നവരുണ്ട്, അല്ലെ? ട്രിപ്പിന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് പലതിനും പോകുന്നുണ്ട്. പക്ഷെ നന്മ കിട്ടുന്തോറും ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദാവീദിന്റെ മുൻപിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നു. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് അതിന്റെ കാരണം പാസ്റ്റർ പറയില്ല, അതെനിക്കറിയാം. പാസ്റ്റർ പറഞ്ഞില്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞവയാണ് എനിക്ക് നാളെ രാവിലെ ഒരു വഴിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്. എന്തിനാ എന്നെ എങ്ങനെ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്? ദൈവമേ, അത് ഒരു വ്യക്തിക്കെങ്കിലും അനുഗ്രഹമാണ്. ഞാനത് കർത്താവിന്റെ സന്നിധിയിൽ താഴെ എനിക്ക് കിടക്കാൻ വന്ന ആ ബെഡിന്റെ അവിടെ മുട്ടുമടക്കി വെച്ച് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഒരു വ്യക്തിക്കെങ്കിലും ഒന്ന് പ്രയോജനമാണ്, ഇല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് പോരേണ്ട കാര്യമില്ലല്ലോ. ബൈബിൾ തുറന്നു, ആ വചനം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് തന്നുണ്ട്. അത് ഇന്ന് രാത്രി ഞാനിവിടെ പറയുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ വചനം അത് പൊരുള് മനസ്സിലാക്കി നമുക്ക് ലഭിക്കുമ്പോൾ ആ വചനം എനിക്കുള്ളതാണ്.
എന്ന് ഇവിടെ ഇരിക്കുന്നവർ പറയണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ കുത്തുവരെയും അത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞേ. എനിക്കുള്ളതാണ്. അല്ലാതെ അടുത്തിരിക്കുന്ന ബെന്നി സഹോദരന് അല്ലെ, ബെന്നിന്നല്ലേ, സാബു സഹോദരനുള്ളതല്ല എന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. എനിക്കുള്ള വചനമാണ്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമായിട്ടിരിക്കുകയാണ്. ഞാൻ വായിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണെങ്കിലും എന്റെ ആശയം പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മളിലേക്കാണ് ആ വചനം കടന്നു ചെല്ലേണ്ടത്. ഞാൻ താഴെ ഇരുന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പാട്ടുപാടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ആ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന ഈ വാഗമണ്ണിന്റെ എല്ലാ മലഞ്ചെരുവുകളിലേക്ക് ഈ ശബ്ദം പോകുന്നുണ്ട്. ബോക്സ് പുറത്തുണ്ടല്ലേ, നല്ല അന്തരീക്ഷത്തിൽ. സ്തോത്രം. ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുന്ന് ഭയങ്കര ശബ്ദമായിരുന്നു. അത് കഴിഞ്ഞ് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രത്യാശയുടെ ശബ്ദം ഈ ഭവനത്തിന്റെ മേളിൽ നിന്ന് ഉയരുവാൻ ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നത് അത് യാദൃച്ഛികമല്ല. ഇതിന്റെ ഇനാഗ്രേഷന് ഞാൻ ഇവിടെ വന്നിരുന്നു. കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഞായറാഴ്ച ഇതിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ ഞങ്ങൾ എല്ലാവരും വന്നു. അന്ന് വന്നതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യാസം ഇവിടെ കണ്ടു. എനിക്കത് വലിയ സന്തോഷം തോന്നി. പുൾപ്പിറ്റൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രാർത്ഥനാ ഹാളിന് ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് ദൈവദാസൻ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം അവസാനം ഒരു കാര്യം പറഞ്ഞു. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? ഈ പ്രാർത്ഥനാ ഹാൾ പാസ്റ്റർ മാത്യുവിന്റെ അല്ല എന്നാ പറഞ്ഞത്. പാസ്റ്റർ മാത്യുവിന്റെ അല്ല, ഇത് നമ്മളുടെ ഹോളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. ഡോറ് തുറന്നു കിടക്കുക, ആർക്കും ഇവിടെ വരണം. ഇതിന്റെ അകത്ത് നിന്ന് ചില ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട് പുറത്തിറങ്ങുന്നത് കാണാനാണ് ഇവരാഗ്രഹിക്കുന്നത്. അനേക വാതിലുകൾ കൊട്ടി അടഞ്ഞു കിടക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ട വാതിലുകൾ ഇന്നും എന്നും അന്നും ഉണ്ടായിരുന്നു. അത് അങ്ങനെ തുറക്കപ്പെട്ട ഭവനങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങൾ തീർച്ചയായും അങ്ങനെയുള്ള ഭവനങ്ങളായി തീരുവാൻ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ദാവീദ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോകരുത്. യഹോവ എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കും, പ്രാർത്ഥിക്കാതിരിക്കും, സഭായോഗം മുടക്കും ഒന്നും അല്ല പറഞ്ഞത്. താൻ പാട്ടുപാടിക്കൊണ്ടിരിക്കും. പാട്ടുപാടുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ചിന്തിക്കാം, ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21, 22, 23. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21, 22, 23. മൈക്കിലൂടെ അതൊന്ന് വായിച്ച് കേൾക്കണം. ആരാ വായിക്കുന്നെന്ന് വെച്ചാൽ മൈക്കിലൂടെ അത് ശബ്ദമുയർത്തി വായിക്കണം. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തേക്ക് 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട്. എന്നാൽ മിസ്രയീം ദേശത്തേക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസ്തലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അവസാനത്തെ വാക്ക് ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കൂ. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായി.
സ്തോത്രം. ഇത് എവിടെ കൊണ്ട് എങ്ങനെ എത്തിക്കണമെന്ന് എനിക്കറിയാം.